കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിൻ്റെ സമാപനം എന്നുള്ളത് എല്ലാം പ്രധാന വാർത്തകളാണ്. മുമ്പ് പറഞ്ഞതുപോലെ 140 മണ്ഡലങ്ങളിൽ നിന്നും ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നേരെ പോകാം. പലയിടങ്ങളിലും ഇപ്പോൾ പരസ്യ പ്രചാരണമൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. ദൃശ്യങ്ങളിലേക്ക്, തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ പ്രവർത്തകരെയൊക്കെ അഭിവാദ്യം ചെയ്ത് ഞാൻ കാണുന്ന വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ വി.കെ. പ്രശാന്താണ് അവിടുത്തെ എം.എൽ.എ. വളരെ ആവേശകരമായി വട്ടിയൂർക്കാവ് LDF നിലനിർത്തും എന്ന വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റവും അവസാനം പ്രവർത്തകർക്കൊപ്പം സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വട്ടിയൂർക്കാവ് മുൻ മന്ത്രി M. വിജയകുമാറിന് ഒപ്പം അദ്ദേഹമുണ്ട്. വട്ടിയൂർക്കാവ് ആവേശകരമായ ത്രികോണ മത്സരത്തിൽ വട്ടിയൂർക്കാവ് ഇടതുപക്ഷത്ത് തന്നെ ചേർന്ന് നിൽക്കും എന്ന വലിയ ആത്മവിശ്വാസമാണ് വി കെ പ്രശാന്ത് ഇപ്പോൾ പ്രവർത്തകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശകരമായ പ്രചാരണത്തിൻ്റെ ആഴ്ചകളാണ് കടന്നുപോയത്. ഓരോ മണ്ഡലത്തിലും അതുതന്നെയായിരുന്നു അവസ്ഥ. ഷീജ ചേരുകയാണ്. ഷീജ, തിരുവനന്തപുരത്ത് പരസ്യപ്രചാരണത്തിൻ്റെ കഴിഞ്ഞ സമയം, അതിൻ്റെ ആവേശത്തെ സംബന്ധിച്ച് എവിടെ നിന്നാണ്, എന്തൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് പങ്കുവെക്കാനാകുന്നത്? ഏതൊക്കെ നിയോജക മണ്ഡലങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരത്ത്, ഏതായാലും പരസ്യപ്രചാരണം ഇപ്പോൾ സംസ്ഥാനത്ത് അവസാനിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും വാശിയോടുകൂടിയ ഒരു കൊട്ടിക്കലാശം തന്നെയാണ്. എല്ലായിടത്തും കൊട്ടിക്കയറുന്ന ഒരു കൊട്ടിക്കലാശം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്തുടനീളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പരസ്യ പ്രചാരണത്തിനാണ് ഇതോടുകൂടി സമാപനമായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 15-ാം തീയതിയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തീയതി പ്രഖ്യാപിക്കുന്നത്, കേരളത്തിന്റെ തീയതി പ്രഖ്യാപിക്കപ്പെടുന്നത്. അന്ന് മുതൽ തന്നെ LDF ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ മേൽക്കൈ നേടിയിരുന്നു. കാരണം ആദ്യ ദിനം തന്നെ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ദിനം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു LDF. അതിന് തൊട്ട് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചരണവും അന്ന് തന്നെ ആരംഭിക്കാൻ സാധിച്ചു. ആ മേൽക്കൈ ഇന്ന് ഈ കൊട്ടിക്കലാശത്തിലൂടെ 6 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിക്കുന്നതുവരെയും LDF നിലനിർത്തി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഓരോ ഇടങ്ങളിലും, ഓരോ മണ്ഡലങ്ങളിലും ആ മണ്ഡലത്തിന്റെ കേന്ദ്രീകൃതമായ ഒരു ഇടത്താണ് കൊട്ടിക്കലാശത്തിനുള്ള സ്ഥലം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കൊട്ടിക്കലാശം ഓരോ മുന്നണികളും അവരുടെ ശക്തി തെളിയിക്കുന്ന ഒരു ഇടമായി തന്നെ മാറുകയായിരുന്നു. കൊട്ടിക്കലാശത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം ചെങ്കടലായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇത്രയും മണിക്കൂറുകൾ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പരസ്യ പ്രചരണം അവസാനിച്ച സാഹചര്യത്തിൽ നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികളും മുന്നണികളും. അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക്, മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പ്രചാരണ കാലയളവിൽ ഏറെ ചർച്ചയായത്, അല്ലെങ്കിൽ ഏറെ ജനങ്ങൾക്കിടയിൽ എത്തിയത് സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പ്രതിപക്ഷത്തിന് ഒരു കാരണവശാലും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചർച്ച ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയാവുകയാണെങ്കിൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു UDF ആ വിഷയങ്ങൾ ഒന്നും തൊടാതെ ചില ഡീൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ അതും അവർക്ക് തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം കാണാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിലായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഉള്ള ദുരന്തബാധിതരെ പൂർണ്ണമായും അവരുടെ ജീവിതം വെച്ച് വില പറയുന്ന UDF-നെയും കോൺഗ്രസിനെയും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഏതായാലും ആ വിഷയങ്ങളെല്ലാം സമഗ്രമായി തന്നെ ചർച്ചയായ ഒരു കാലയളവായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ശരത്ത്. ഏതായാലും ആ രീതിയിൽ വലിയ തോതിലുള്ള എല്ലാ വിഷയങ്ങളും ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ പരസ്യ പ്രചാരണത്തിനാണ് ഇന്ന് 6 മണിയോടുകൂടി ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ഇനി ഏതായാലും നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിവസമാണ് ഇനിയിപ്പോൾ സംസ്ഥാനത്തുള്ളത്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പരസ്യപ്രചാരണം കഴിഞ്ഞതായി ഇപ്പോൾ മുന്നണി പ്രവർത്തകരൊക്കെ മടങ്ങുന്ന കാഴ്ചയാണ്. മൈക്കുകളെല്ലാം ഓഫാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഷീജ ഉള്ളത് എവിടെയാണ്? നേമം നിയോജക മണ്ഡലത്തിലാണോ? നേമം കേരളം ശ്രദ്ധിച്ച വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. ആ മണ്ഡലത്തിൽ എങ്ങനെയുണ്ടായിരുന്നു പരസ്യപ്രചാരണത്തിൻ്റെ ഒരു സമാപനം? നേമത്താണോ ഷീജ ഉള്ളത്?
തീർച്ചയായും ശരത്ത്, കാരണം കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമമണ്ഡലം. ആ നേമമണ്ഡലത്തിലാണ് ഞാനുള്ളത്. ഈ പരസ്യ പ്രചാരണം ഇവിടെ 6 മണിക്ക് പൂർത്തിയാകുന്നതുവരെയും വലിയ ഒരു ശക്തി പ്രകടനം തന്നെയായിരുന്നു നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി എല്ലാവരുടെയും കേരളത്തിന്റെ ആകെ സ്വന്തം വിദ്യാഭ്യാസ മന്ത്രിയായി കൂടി അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ ഉടനീളം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അത് ഈ കൊട്ടിക്കലാശം നടന്ന ഈ കരമന ജംഗ്ഷനിലാണ് നേമമണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ അടക്കം നമുക്ക് കാണാൻ സാധിച്ചു. കാരണം വി ശിവൻകുട്ടിക്ക് വേണ്ടി ഇവിടെ നൃത്തം വെച്ചതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നതും ഒക്കെ നിരവധി കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ രീതിയിൽ അദ്ദേഹത്തിനൊപ്പം കൂടുന്ന ഞങ്ങളുടെ മന്ത്രിയപ്പൻ എന്ന് പറഞ്ഞ് ഓടിക്കൂടുന്നവരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ മണ്ഡലത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതിൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പലതരത്തിലുള്ള വിവാദങ്ങൾ, വ്യാജ പ്രചരണങ്ങളൊക്കെ തനിക്കെതിരെ അഴിച്ചുവിട്ടു. പക്ഷേ ജനം തനിക്കൊപ്പമുണ്ട് എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിനും LDF ക്യാമ്പിനും ഉള്ളത്. ഏതായാലും വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരത്തെ ഈ നേമം മണ്ഡലം. അതുകൊണ്ട് തന്നെ ആ വാശി ഈ കൊട്ടിക്കലാശത്തിലടക്കം ദൃശ്യമായി എന്നുള്ളതും ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കേണ്ടതാണ് ശരത്ത്. റൈറ്റ്. ഇപ്പോൾ ഷീജ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് കണ്ട പൊതുവായ വിഷയങ്ങൾ, ഇന്ന് പരസ്യ പ്രചാരണം അവസാനിച്ച ഘട്ടത്തിലുള്ള അതിന്റെ ആവേശത്തെയൊക്കെയാണ് നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്.